ബോളിവുഡിൽ നിന്ന് ഒരു ത്രില്ലർ സിനിമ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസിനൊക്കെ പറ്റിയിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ ഈ സമയത്ത് കിട്ടണമെങ്കിൽ കാണേണ്ട ഒരു പടമാണ് ഡിപ്ലോമാറ്റ്, നമ്മുടെ ജോൺ എബ്രഹാമിന്റെ പടം. 2017 നടന്ന ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വൾഗർ സീൻസ് ഇല്ല, ഡാൻസ് ഇല്ല, പാട്ടില്ല, മസാലയില്ല, ഒരു തേങ്ങയില്ല. പക്ഷെ കിഡിലനായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി സിനിമ കേട്ടോ. സോ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻകാരെ കുറെയൊക്കെ സ്വഭാവമൊക്കെ മനസ്സിലാവും, കാരണം ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് പാകിസ്ഥാനാണ് കാണിക്കുന്നത്. പാകിസ്ഥാൻ കാണിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഏതോ രണ്ടെണ്ണത്തിനെ കാണിക്കുന്നത് കണ്ടാൽ തന്നെ ശരിക്കും പക്കാ തീവ്രവാദികളെ പോലെയാണ്. പക്ഷെ നമ്മളൊരു ബുക്കിന്റെ കവർ വെച്ച് ജഡ്ജ് ചെയ്യരുത് പറഞ്ഞുകൊണ്ട് ഞാൻ അവര് നല്ലവരാണെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് പർദ്ദയൊക്കെ ഇട്ടിട്ട് ഒരു കൊച്ചിനെയും കൊണ്ടുപോയിട്ട് ഇവര് നേരെ ഇന്ത്യൻ എംബസിയിലോട്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഈ കൊച്ചൊരു സൂയിസൈഡ് ബോംബർ ആയിരിക്കും. കാരണം ഇവന്മാരൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മുടെ പാകിസ്ഥാനികളെ ഇന്ന് പ്രൗഡ് ആക്കുന്നൊക്കെ. ഇവന്മാര് പൊട്ടിക്കുന്നതന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അവിടുന്ന് പടം ത്രില്ലർ മോഡിലോട്ട് കയറുകയാണ്. അതായത് ഒരു 4-5 മിനിറ്റിക്ക് ഈ സിനിമ തുടങ്ങിയതിനു ശേഷം ഇവരെ ഇന്ത്യൻ എംബസി എത്തിയ ശേഷം നമുക്ക് തന്നെ ഒരു ഹാർട്ട് ബീറ്റ് പറയുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്നത് എന്താ ഉണ്ടാവുക, ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ആ കൊച്ചു വന്നിട്ട് നല്ല മറ്റേ ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യയിലോട്ട് പോകാൻ വേണ്ടി വന്നതാണോ അതോ സൂയിസൈഡ് ബോംബർ ആയിട്ട് വന്നതാണോ, അതൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അടിപൊളി പടോട്ടം. ജോൺ എബ്രഹാമിന്റെ ഓരോ പടം കഴിയും തോറും നമുക്ക് പറയാം ദിസ് ഈസ് ഹിസ് ബെസ്റ്റ് എന്ന്. അത്രയും കിടിലായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ബോളിവുഡിലെ ടോപ്പ് ആക്ടേഴ്സിൽ നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു പടം വേറെ ആര് ചെയ്യും? നമ്മുടെ ഖാൻസ് ചെയ്യും. സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, അവരാരും ഇതൊന്നും ചെയ്യില്ല. ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതായത് ലൗഡായി സംസാരിക്കില്ല, ഈ മറ്റേ ഗൺസ് ഒന്നും ഉപയോഗിക്കില്ല, ആളെ അടിച്ചിടില്ല, അങ്ങനെയല്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡിസിഷൻ എടുക്കണം. ഡിപ്ലോമാറ്റിന്റെ കഥ പറയുന്ന സിനിമയാണ്. അതുകൊണ്ട് ഇതിൽ ആ മറ്റേ ഒരു കൊച്ചിന്റെ കാര്യമല്ല, ആ കൊച്ചു കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പാകിസ്ഥാൻ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് അപ്പൊ ദേഷ്യം വരും. ഇപ്പൊ ഈ കുറെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടായിരുന്നു ഈ ഇടയ്ക്ക് വന്നിട്ട് എന്താണ്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പാകിസ്ഥാനിയാണ്, സ്വീറ്റ് ആണ് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ അവരെ യുദ്ധം ചെയ്യാനൊന്നും പാടില്ല എന്നൊക്കെ. ഒന്നാമത് അവനവന്റെ വീട്ടുകാരെ ആരും ഉപദ്രവിക്കാത്തോടത്തോളം എല്ലാവരും സ്വീറ്റ് ആണ്. ഇപ്പൊ അവനവന്റെ വീട്ടിൽ വന്നിട്ട് തീവ്രവാദി ആക്രമണം നടത്തുകയാണ്. അപ്പൊ വന്ന് പറയോ എനിക്കൊരു പാകിസ്ഥാനി ഫ്രണ്ട് ഉണ്ട്, ആള് സ്വീറ്റ് ആണ്, അതുകൊണ്ട് എന്റെ തന്തയും തള്ളയൊക്കെ നിങ്ങൾ തട്ടിക്കോ, ഞാൻ പോയിട്ട് ലഡുവും ജിലേബി എടുത്തിട്ട് വരാന്ന്. ഇല്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കണം. കുറച്ചൊക്കെ കോമൺ സെൻസ് വേണം. പീപ്പിൾ ലൈക്ക് ദീസ് ഹാവ് ഓൺലി വൺ സെൻസ്. അത് കോമൺ സെൻസ് അല്ല, നോൺ സെൻസ് ആണ്. സോ അടിപൊളി പടം കേട്ടോ. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഏകദേശം 2 മണിക്കൂർ 12 മിനിറ്റേ ഉള്ളൂ. ടുവേർഡ്സ് എൻഡ് എനിക്ക് വിദ്യുത് ജമാലിന്റെ ഒരു പടമുണ്ട് ഇതേപോലെ. ഇവര് പാകിസ്ഥാനിൽ എവിടെ പോയി പെട്ടിട്ട് പിന്നെ തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഒരു മിഷൻ പോലെ, അതേപോലെയൊക്കെ തോന്നി. പക്ഷെ നല്ല രസമാണ്. സുഷമ സ്വരാജിനെ കാണിക്കുന്നുണ്ട്. ആളായിട്ട് അഭിനയിച്ച് നമ്മുടെ രേവതിയാണ്. രേവതിയെ കണ്ട ശരിക്കും നമുക്ക് സുഷമ സ്വരാജിനെ പോലെ തോന്നുള്ളൂ. നല്ലൊരു സിനിമയാണ്. ബേസിക്കലി ഈ സിനിമയൊക്കെ ഹിറ്റ് ആയോ ഇല്ലേന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയത് പോലും അറിഞ്ഞിട്ടില്ല. സോ സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ദിസ് ഇസ് എ മസ്റ്റ് വാച്ച്. ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണ്. പക്ഷെ അവരെ തനി കൊണമൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇതില് ജോൺ എബ്രഹാം പറയുന്ന ഡയലോഗ് ഉണ്ട്, ബാക്കി ഏത് രാജ്യത്താണെങ്കിലും കോർട്ടിന്റെ ഒരു ഡിസിഷൻ ഭയങ്കര വാലിഡ് ആണ്. പക്ഷെ നമുക്ക് ഈ പാകിസ്ഥാൻ ആയതുകൊണ്ട് ഇത് വിശ്വസിക്കാനേ പറ്റില്ല. കോർട്ട് വിധി എഴുതും, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്മാരെ വന്ന് അടിക്കുന്നത്. അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിട്ടാണ് തോന്നിയത്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം പ്ലീസ്.